Hi, welcome to my YouTube channel. ബാങ്ക് നിഫ്റ്റി ആണ് ഞാൻ ലിസ്റ്റ് സിമ്പിൾ പ്രൈസ് ആക്ഷൻ ഞാൻ ഇപ്പോൾ പറയുന്ന പോലെ സിമ്പിൾ പ്രൈസ് ആക്ഷൻ നോട്ടിംഗ് ഇൻഡിക്കേറ്റർ യൂസിങ് അപ്പം നമുക്ക് അനലൈസ് ചെയ്യാം. ഞാൻ ബാങ്ക് നിഫ്റ്റി ഇട്ടിരിക്കുന്ന ഒരു 1 ഡേ ടൈം ഫ്രെയിമിലാണ്. നമുക്ക് നമ്മുടെ മുന്നിൽ ക്ലിയർ ആയിട്ട് കാണാം ബാങ്ക് നിഫ്റ്റി ഒരു ക്ലിയർ അപ് ട്രെൻഡിലാണ് അല്ലെ, പ്രോപ്പർ അപ് ട്രെൻഡിലാണ്. പക്ഷെ നമുക്ക് അപ് ട്രെൻഡുകളാണെങ്കിൽ പോലും നമ്മളെപ്പോഴും ഡിമാൻഡ് സോണും സപ്ലൈ സോണും കുറിച്ച് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഡിമാൻഡ് സോണും സപ്ലൈ സോണും. അല്ലെങ്കിൽ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം സിമ്പിൾ ആയിട്ട് ഡിമാൻഡ് സോണും സപ്ലൈ സോണും എന്താണെന്ന്. നമ്മൾ ഒരു ഏരിയയിൽ എത്തുമ്പം ബയേഴ്സിന് കൂടുതലായിട്ട് ബൈ ചെയ്യാൻ താല്പര്യമുള്ള ഒരു സ്ഥലം, അതാണ് ഡിമാൻഡ് സോൺ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഏരിയയിൽ എത്തുമ്പം, ഒരു സോണിൽ എത്തുമ്പോൾ, ഒരു പർട്ടിക്കുലർ പ്രൈസിൽ എത്തുമ്പം കൂടുതൽ ആൾക്കാർ അവിടെ നിന്ന് സെല് ചെയ്യുന്നു, അതാണ് സപ്ലൈ സോൺ. അപ്പോൾ ഇതിന് മുന്നിൽ ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് ഡിമാൻഡ് സോൺ സപ്ലൈ സോൺ വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് ഇതാണ്. ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് ഈ താഴെ കാണുന്ന ഏരിയ കണ്ടോ. ഇതൊരു ഡിമാൻഡ് സോൺ ആണ് ബാങ്ക് നിഫ്റ്റിയുടെ. നോക്കി നിങ്ങളുടെ മുന്നിൽ നല്ല നല്ലൊരു ക്ലിയർ വ്യൂ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ബാങ്ക് നിഫ്റ്റി എപ്പോൾ എത്തുമ്പോഴും ബാങ്ക് നിഫ്റ്റി കണ്ടോ തിരിച്ചു പോകുന്നു കണ്ടോ. നല്ല റാലി ഏകദേശം ജനുവരി 27-ാം തീയതി ഇവിടെ വന്നു. അറൗണ്ട് ഒരു സോണായിട്ട് വരയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ സിംഗിൾ ഒരു ലൈൻ വരയ്ക്കുന്നതിനേക്കാളും നല്ലത് ഇതൊരു സോണായിട്ട് ഇതിനെ നമ്മൾ എന്താ പറയാ, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഒരു സോൺ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ക്ലിയർ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി എപ്പോഴും തിരിച്ചു പോകുന്നത് കാണുന്നുണ്ട് കണ്ടോ. പ്യുവർ ആയിട്ട് പ്യുവർ പ്രൈസ് ആക്ഷൻ. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് പോയി, ഇവിടം വരെ പോയി. അതൊരു ചെറിയ ആ മുകളിൽ ഞാനിപ്പോൾ തിരിച്ച് അവിടെ താഴോട്ട് ബാങ്ക് നിഫ്റ്റി ഇറങ്ങിയത് അതൊരു സപ്ലൈ സോൺ ആയതുകൊണ്ടാണ്. രണ്ടാമത്തെ വട്ടം ആ സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്തു, അതൊരു പിന്നെ സ്ട്രോങ് ഡിമാൻഡ് സോൺ ആയി മാറിയിട്ടുണ്ടാവും. അവിടുന്ന് ബാങ്ക് നിഫ്റ്റി നേരെ ഇവിടം വരെ പോയി, പിന്നെ ബാങ്ക് നിഫ്റ്റി നേരെ അവിടുന്ന് താഴെ വീണ്ടും നമ്മുടെ സപ്ലൈ സോണിൽ വന്നു, പിന്നെയും നേരെ മുകളിലോട്ടൊന്ന് പോയി. അതും ചെറിയൊരു സപ്ലൈ സോൺ ആയിട്ട് അവിടെ ആക്ട് ചെയ്തു. രണ്ടാമത് വട്ടം പിന്നെയും താഴെ. പിന്നെ പക്ഷെ നമ്മൾ എപ്പോഴും നമ്മൾ നോക്കണം, നമ്മുടെ വ്യൂ നമ്മളെ സപ്ലൈ സോൺ എപ്പോഴും സെയിം ഏരിയയിലാണ് കണ്ടോ. സപ്ലൈ സോൺ ഡിമാൻഡ് സോൺ എപ്പോഴും സെയിം ഏരിയ തന്നെയാണ്. സപ്ലൈ സോൺ ആണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളത് മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് അനുസരിച്ച്. പക്ഷെ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നല്ല ഒരു ബുള്ളിഷ് റൺ തന്നിട്ട് ഇപ്പം ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് ഒരു സപ്ലൈ സോണിലാണ് അല്ലേ കണ്ടോ. നമ്മുടെ മുന്നിൽ നല്ലൊരു വ്യൂ ഉണ്ട്. ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് ഒരു സപ്ലൈ സോണിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് ചെറിയൊരു സോൺ വരച്ചു വെക്കാം. സോൺ വരച്ചേക്കാം. ഞാൻ ഇതങ്ങ് റിമൂവ് ചെയ്യാണ്, കാരണം അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഒരു സോൺ വരച്ചേക്കാം കണ്ടോ. ഈ ഒരു വിക്ക് വെച്ചിട്ട് നമുക്ക് സോൺ വരച്ചേക്കാം. കൂടുതലായിട്ടൊന്നും വേണ്ട, ഈ ഒരു വിക്ക് വെച്ചിട്ട് നമുക്കൊരു സോൺ വരച്ചേക്കാം. അപ്പൊ ഇപ്പം ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് ഒരു സപ്ലൈ സോണിലാണ് അല്ലെ കണ്ടോ. ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് ഒരു സപ്ലൈ സോണാണ്. അപ്പം ഇപ്പം മാർക്കറ്റ് ട്രെൻഡ് ഒരു അപ് ട്രെൻഡ് ആണ്. അപ്പം ഇപ്പം ഞാനും പഠിച്ചിട്ടുള്ള പോലെ തന്നെ, എന്നെയും പഠിപ്പിച്ചിട്ടുള്ള പോലെ തന്നെ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ട്. ഓക്കെ, എൻ്റെ എൻ്റെ മെൻറ്ററായിട്ടുള്ള സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മനസ്സിലും ഞാൻ എൻ്റെ ബുക്കിലൊക്കെ എപ്പോഴും എഴുതി വെക്കുന്ന ഒരു സാധനമാണ് ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യാൻ പാടില്ല. ട്രെൻഡിലെ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു വ്യൂ ഒരു ട്രേഡറിന് എപ്പോഴും വേണം. കാരണം ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഒരു സപ്ലൈ സോണിലാണ് വന്ന് നിൽക്കുന്നുള്ളത്. അപ്പം അവിടുന്ന് ബാങ്ക് നിഫ്റ്റി മേ ബി ഒരു 20% ചാൻസ് ബാങ്ക് നിഫ്റ്റി താഴോട്ട് വരാനും ചാൻസ് ഉണ്ടെന്നൊരു വ്യൂ എപ്പോഴും ഒരു നമ്മളെ എല്ലാ ഒരു ട്രേഡറിനും വേണം കേട്ടോ. കാരണം ഈ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് ഒരു പ്യുവർ സപ്ലൈ സോണിലാണ്. നമുക്ക് നല്ല പോലെ കാണാൻ പറ്റും ഡേ ടൈം ഫ്രെയിമിൽ കണ്ടോ. അപ്പൊ നമുക്ക് ഇതിനെ ജസ്റ്റ് നമ്മൾ ഇന്റർഡേ ട്രേഡർ ആണ്, നമ്മളൊരു ഓപ്ഷൻ ബയ്യർ ആണ്, നമുക്ക് നേരെ ഇതിനെ 1 അവറിലോട്ട് മാറ്റാം. 1 അവറിലോട്ട് മാറ്റി കഴിഞ്ഞാൽ കണ്ടോ നല്ല 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 സുന്ദരമായിട്ട് ആ സപ്ലൈ സോൺ അവിടെ വരച്ചു വന്നു. കാരണം ഈ ഒരു സോണിലുള്ള നമ്മൾക്ക് ട്രേഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ സോൺ എന്താ മാർക്കറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കണം, ഈ ഒരു ഏരിയ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഞാൻ ഒരു സോണായിട്ട് തന്നെ വരച്ചത്. ഒരു ലൈനായിട്ട് വരച്ചു കഴിഞ്ഞാൽ കാരണം ചെറിയ എമൗണ്ട് ഒക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് ഹ്യൂജ് നഷ്ടം വരും. കാരണം ഇതുണ്ട്, ഈ സോൺ തന്നെ ഏകദേശം ഒരു 50-60 പോയിന്റിന്റെ ഉണ്ട് ഈ സോൺ തന്നെ. അപ്പൊ നമ്മൾ സോൺ വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മുകളോട്ടാണ് ട്രേഡ് ചെയ്യാൻ. നമ്മുടെ നമ്മുടെ ഒരു ട്രെൻഡ് അപ്പ് ആയതുകൊണ്ട് തന്നെ ഈ സോണിന്റെ മുകളിൽ, അതായത് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഈ സോണിന്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് റീടെസ്റ്റ് ഈ സോണിൽ നമ്മുടെ സോണിൽ വന്നിട്ട് ഇവിടുന്ന് തിരിഞ്ഞ് മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ട്രെൻഡിന് ഒപ്പം തന്നെ ട്രേഡ് ചെയ്യാം. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്, നമുക്ക് വേണ്ടതും. മാർക്കറ്റ് അപ്പ് ട്രെൻഡിൽ പോകേണ്ടതാണ് എപ്പോഴും. നമുക്ക് ബൈ സൈഡ് ട്രേഡ് ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. കാരണം നമ്മളെല്ലാവരും നമ്മുടെ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം.
ഇൻവെസ്റ്റേഴ്സിനും എല്ലാവർക്കും നമുക്ക് നമ്മുടെ ഗ്രോത്തിനെല്ലാം നല്ലത്, നമ്മുടെ എക്കണോമിയുടെ ഗ്രോത്തിന് നല്ലതും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ്. അപ്പം എൻ്റെ ആഗ്രഹം മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകണമെന്ന് തന്നെയാണ്. അപ്പം ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നാളെ ഈ സോണിന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആയി ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആവുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ഓപ്പൺ ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മുടെ എന്താ ഈ മാർക്കറ്റ് മുകളിൽ വന്നിട്ട് ഈ നമ്മുടെ സോണിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചൊരു പുൾ ബാക്ക് കൂടെ തരികയാണെങ്കിൽ അടിപൊളി സൂപ്പറായിട്ട് നമുക്ക് അവിടുന്ന് ട്രേഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഇതെല്ലാം ഒന്ന് വരയ്ക്കാം. നമുക്ക് ഇതിന്റെ ടാർഗറ്റ്സ് ഒക്കെ ഒന്ന് വരയ്ക്കാം. മുകളിലോട്ടുള്ള ടാർഗറ്റ്സ്, ഞാൻ താഴോട്ടുള്ള ടാർഗറ്റ്സ് വരയ്ക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആദ്യം മുകളിലോട്ടുള്ള ടാർഗറ്റ്സ് വരയ്ക്കാം. 1 അവറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മൾ പുറകോട്ട് നിന്ന് സൂം ഇൻ ചെയ്തൊക്കെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് 50940 ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്, അല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ. ഇതിന് ഈ ഒരു ഏരിയയിൽ ഒരു സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് നമുക്ക് പറയാം അല്ലെ. ഈ ഒരു ഏരിയയിൽ ഇവിടെ നമുക്കൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട് മാർക്കറ്റ്. അപ്പൊ നമുക്ക് ഇതൊരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ വെക്കാം. 1 അവർ ഇതൊരു ടാർഗറ്റ് ആയിട്ട് വെക്കാം. ഓക്കെ ഓക്കെ നമുക്ക് ഈ ഒരു ഇത് ഫസ്റ്റ് ടാർഗറ്റ്, ചെറിയ ടാർഗറ്റ് വെക്കാം ആദ്യം. 50923 മൈ ഫസ്റ്റ് ടാർഗറ്റ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെക്കാം. 50 മിനിറ്റ്സിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യാം, കാരണം ഒന്നും കൂടെ ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടും. അപ്പം ക്ലിയർ ആയിട്ടൊരു ഇത് കിട്ടുമ്പോൾ ഉണ്ടോ ഇതൊരു നല്ലൊരു ഏരിയ ആണ്, നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് സപ്പോർട്ട് എല്ലായിട്ട് അവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയയില് 150923923 ആ ഏരിയയില് അവിടെ വെക്കാം. നമുക്ക് ഇവിടെ നിന്ന് നാളെ ഒരു ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5057 വലിയൊരു ടാർഗറ്റ് ആണ് അത്. അവിടെ നിന്ന് ഇനിഷ്യേറ്റ് ചെയ്യുന്ന നമ്മളൊരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സോൺ വെക്കുകയാണെങ്കിൽ തന്നെ ഒരു 50900 തന്നെ നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റും കേട്ടോ. എപ്പോഴും നമ്മൾ സോൺ വരച്ചിട്ട് എക്സിറ്റ് ആയിരിക്കും നല്ലത്. കാരണം ഉണ്ടോ ഈ ഇവിടെ ചെറിയ ചെറിയ ക്യാൻഡിൽസ് ആണ്. അപ്പം നിങ്ങൾക്ക് 50,900 ഒക്കെ നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റും. ഈ ഏരിയ എവിടെ വേണമെങ്കിലും ടാർഗറ്റ് വെക്കാം ഈ ഏരിയ. കാരണം ഇവിടുന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നല്ലൊരു ബുൾ റൺ മുകളിലോട്ട് തരും. തന്നു കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് എക്സിറ്റ് ആവാം. ഓക്കെ, അപ്പൊ ചെറിയ ടാർഗറ്റാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, 50759. ഓക്കെ, ഇത് മതി ചെറിയ ടാർഗറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 50759. നമ്മുടെ എൻട്രി വരുന്നത് ഒരു എന്താ പറയാ ഒരു 5 മിനിറ്റ്സിലാണ്. 5 മിനിറ്റ്സിൽ ഞാൻ മുന്നിലും കാണിച്ചിട്ടുള്ള പോലെ ഇവിടുന്ന് മാർക്കറ്റ് മോളോട്ട് പോയി തിരിച്ച് ഒരു റീടെസ്റ്റ് തന്നു, പിന്നെ ഒരു മോളോട്ട് ഒരു ഇത് തരികയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിനെ മോളോട്ട് എടുക്കാം. ടാർഗറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 50759 ഒരു 200 പോയിന്റ്സ് നമുക്ക് അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു മാർക്കറ്റ് ഇത് എന്താ പറയാ ഒരു സപ്ലൈ സോണിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു വ്യൂ കൂടെ നമുക്ക് വേണം കേട്ടോ. അങ്ങനെ വ്യൂ കൂടെ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് മാർക്കറ്റ് നോക്കി നോക്കി മാർക്കറ്റ് ഇവിടുന്ന് നമ്മുടെ 17 മാർച്ച് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല മാർക്കറ്റ്. പക്ഷെ മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡിലാണ്, നല്ലൊരു അപ് ട്രെൻഡിലാണ് മാർക്കറ്റ് ഇവിടുന്ന് പോയിട്ടുള്ളത് അല്ലേ. മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് മുകളിലോട്ട്. അപ്പൊ നമ്മുടെ ഒരു ഒരു ട്രേഡർ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് മാർക്കറ്റ് പോകുമ്പോൾ മാർക്കറ്റ് എപ്പോഴും ഒരു ഏരിയ സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് ട്രെൻഡിലെ വരച്ച് നോക്കി. ഇവിടുന്ന് ട്രെൻഡിലെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുന്ന് ട്രെൻഡ് ലൈൻ ഈ രണ്ട് ഏരിയനെ തൊടിച്ച് വരയ്ക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് ദാണ്ട ഇവിടെ നല്ല വൃത്തിക്ക് സപ്പോർട്ട് എടുത്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത് കേട്ടോ. ഓക്കെ, മാർക്കറ്റ് ഇവിടെ 15 മിനിറ്റ്സിലും 1 അവറിലെല്ലാം ഈ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ വരച്ച് നോക്കിയാൽ മതി. ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടാണ് പോകുന്നത്. നമ്മൾ 5 മിനിറ്റ്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി ഇതിട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് കണ്ടോ ഇതൊക്കെ നല്ല രീതിയിൽ അവിടെ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ മാർക്കറ്റ് തിരിച്ച് പുഷ് ബാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നാളെ ഇങ്ങനെ ഒരു വ്യൂ കൂടെ നമുക്ക് വേണം. നാളെ ഇൻ കേസ് മാർക്കറ്റ് നാളെ താഴോട്ടാ പോകുന്നെങ്കിൽ, മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ടാ വരുന്നെങ്കിൽ ഈ ഒരു ഏരിയ നമ്മുടെ ഒരു നോൺ ട്രേഡിങ് സോൺ ആണ് കേട്ടോ. ഇവിടുന്ന് ട്രേഡ് ചെയ്യണ്ട നമ്മള്. ഈ ഒരു ഏരിയ നാളെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് റീടെസ്റ്റ് തന്ന് ഈ ഒരു ഏരിയയിൽ തട്ടി മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ കഴിയാതെ മാർക്കറ്റ് പിന്നെയും താഴോട്ടാ പോകുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി കൊടുക്കാം താഴോട്ട്. നല്ല നല്ല ടാർഗറ്റ്സ് താഴോട്ടുണ്ട്. ഇതാണ്ട് ഇതൊരു ടാർഗറ്റായിട്ട് നമുക്ക് എടുക്കാം. സോറി, ഇതൊരു ടാർഗറ്റായിട്ട് നമുക്ക് എടുക്കാം. ഉണ്ടോ,
ഈ ഒരു ഏരിയയിൽ T1 50271 നല്ലൊരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ അതിന് മുന്നേ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്ത് പോയ ഏരിയ 40985, ഇതെല്ലാം നമുക്ക് ടാർഗറ്റ് ആയിട്ട് എടുക്കാം. മുകളിലോട്ടും താഴോട്ടും ഉള്ള വ്യൂ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. താങ്ക് യു.